അങ്ങനെ അബ്ദുൽ മുത്തലിബ് അതിന് നേതൃത്വം നൽകുന്നു. സംസം കിണർ സംരക്ഷിക്കുകയാണ്. മനോഹരമായ സംസം കിണർ കുഴിക്കപ്പെടുന്നു. അത് കുഴിച്ചതിന് ശേഷം സംസം കിണറിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് കാബയുടെ പരിസരത്ത് വെച്ച് അബ്ദുൽ മുത്തലിബ് ഒരു ശപഥം ചെയ്യുകയാണ്. എനിക്ക് 10 മക്കളുണ്ടായാൽ 10-ൽ ഒരാളെ ബലി കഴിക്കാം, ഒരാളെ ഞാൻ ബലിയറക്കാം, ഒരാളെ ഞാൻ ബലിദാനം നടത്താം. 10 മക്കളുണ്ടായാൽ അതിൽ ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യാം, ബലി കഴിക്കാം. നിയ്യത്ത് വെച്ചു. ഇതൊക്കെ പഴയ ജാഹിലിയ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലുപ്പയാണെന്ന് ഓർക്കണം. നബി ഇല്ലാന്ന് ജനിച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം 6 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരുന്നത്. മനസ്സിലാക്കണം, 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അപ്പൊ അത്രത്തോളം നേർച്ചകളും സംഭവങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നർത്ഥം. 10 മക്കളുണ്ടായാൽ ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യാം, ബലി കൊടുക്കാൻ നേർച്ച. ചുരുക്കത്തിൽ 10 മക്കളായി. 10 മക്കളുടെയും പേരെഴുതി നറുക്കിട്ടു. നറുക്ക് വീണത് ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുള്ള, മുത്തുനബിയുടെ ഉപ്പയാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തെ അറക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചു. ബലിക്കല്ലിലേക്ക് കൊണ്ടുവന്നു, കടത്തി. ആളുകൾ ഇടപെട്ടു. അന്നുള്ള ഖുറൈശി തറവാട്ടിൽപ്പെട്ട പ്രമുഖർ അതുകൊണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ വലിയ തറവാടിത്ത മഹിമയുള്ള വ്യക്തിയല്ലേ? നിങ്ങളിത് ചെയ്താൽ പിന്നെ 10 മക്കളുള്ളവരും 5 മക്കളുള്ളവരും ഒക്കെ അവരുടെ ദൈനംദിന പ്രവർത്തനമായിട്ട് ഇത് മാറും. ഒരാളിങ്ങനെ ബലി കഴിപ്പിക്കും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിത് യോജിച്ചതല്ല, അനുയോജ്യമല്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്തിരിപ്പിച്ചപ്പോ എല്ലാവരും കൂടി ഐക്യത്തിൽ പറഞ്ഞപ്പോ അബ്ദുള്ള എന്ന് പറയുന്ന പുഞ്ചിരിച്ചു കിടക്കുന്ന 10 മക്കളിൽ 10ാമനായ ഇളയ മകനെ അറക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിന് ഒരു മനസ്സിനൊരു വിഷമവും വന്നു. എല്ലാരും ഇങ്ങനെ പറയാ, ആരും ഒരാൾ സമ്മതിക്കുന്നില്ല. ഞാൻ നേർച്ച നേരുകയും ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ? ജാഹിലിയ കാലഘട്ടത്തിലുള്ള നേർച്ചയാണ്, ഇസ്ലാമിലെ നേർച്ചയല്ല. എന്നാലും അദ്ദേഹം കരുതി ഈ മകന്റെ വിഷയത്തിൽ ഞാനൊരു 10 ഒട്ടകത്തെ അറത്തേക്കാം. ആളുകൾ പറഞ്ഞു, ഒട്ടകത്തെ അറക്ക് ഇതിന് പകരമായിട്ട് അതല്ലേ നല്ലത്. അങ്ങനെ ഒട്ടകത്തെ അറക്കാൻ അദ്ദേഹം നിയ്യത്ത് ചെയ്തു. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നരബലി എവിടെയും ഇസ്ലാമിൽ നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇതാണ് പറയുന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് കടത്തി അറക്കാൻ വേണ്ടി തുനിഞ്ഞു, പക്ഷെ അറത്തിട്ടില്ല. അതിന് പകരം ഒരൊട്ടകത്തെ കൊടുക്കാൻ ആളുകൾ പറഞ്ഞപ്പോ 10 ഒട്ടകത്തെ കൊടുക്കാൻ അബ്ദുൽ മുത്തലിബ് തയ്യാറായി. 10 ഒട്ടകത്തിന്റെയും പേരെഴുതി, അതിനോടൊപ്പം തന്നെ അബ്ദുള്ളയുടെയും പേരെഴുതി. അബ്ദുള്ള എന്നെഴുതി 10 ഒട്ടകത്തിന്റെയും ഓരോ ഒട്ടകത്തിന്റെയും പേര് ഓരോ പ്രാവശ്യമായി എഴുതി നറുക്കിട്ടു. നറുക്കിടുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് വീണ്ടും പറഞ്ഞു, 10 വട്ടവും അബ്ദുള്ളയുടെ പേരാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരൊട്ടകത്തിന് പകരം 10 എണ്ണം കൂടി ഞാൻ ഇറക്കും. അങ്ങനെ 10 പ്രാവശ്യവും പേരിട്ടു. അന്നൊക്കെ ഒട്ടകത്തിന് പേരുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഞഞ്ഞു മുഞ്ഞു എന്നൊക്കെ പൂച്ചയ്ക്കൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനത്തെ പേരൊന്നുമല്ല, നല്ല പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ പേരായിരുന്നു ഖസ്വാ, ഒരു ഒട്ടകത്തിന്റെ പേരായിരുന്നു. അതുപോലെ ഓരോ ഒട്ടകത്തിനും ഒരു നല്ല പേരിട്ട് വിളിക്കും. കാരണം അത്ര വലിയ സുന്ദരമായ വാഹനമാണ്, വലിയ വാഹനമല്ലേ. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾക്കൊക്കെ പ്രത്യേകമായി മഹത്വം മനസ്സിലാക്കിയിട്ട് പേരിട്ട് വിളിക്കും. 10 ഒട്ടകങ്ങളുടെ പേരെഴുതി ഓരോ ഒട്ടകത്തോടൊപ്പം തന്നെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മകന്റെയും പേരെഴുതിയിട്ട് നറുക്കിട്ടു. അബ്ദുൽ മുത്തലിബ് അങ്ങനെ നറുക്കിട്ടു. സുബ്ഹാനല്ലാഹ്, എല്ലാ പ്രാവശ്യവും 10 വട്ടം ഇട്ടപ്പോഴും പേര് വന്നത് ആരുടെ? അബ്ദുള്ളയുടെ തന്നെ. അങ്ങനെ വന്നാൽ ഓരോട്ടകത്തിന് പകരം എത്ര എണ്ണത്തിന് ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? 10 എണ്ണം വീതം ഇറക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെ 10 ഒട്ടകത്തിന് 10 × 10 100 ഒട്ടകത്തെ ഇറക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. 100 ഒട്ടകം കൊണ്ട് വിഷയമില്ല. അദ്ദേഹത്തിന് അതുപോലെ സമ്പത്തുണ്ട്, വലിയ ടീമാണ്, നല്ല ഏറ്റവും നല്ല സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഉന്നത കുലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. 100 ഒട്ടകത്തെ കൊണ്ടുവന്ന് നിർത്തി. അറക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, 100 ഒട്ടകം നിൽക്കട്ടെ, ഒരു 100 എണ്ണം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. 200 ഒട്ടകത്തെയാണ് അബ്ദുള്ളയ്ക്ക് പകരമായി ഇറത്തത്. ചരിത്രമാണ്, പഠിച്ചു വെക്കണം. അവിടെ എവിടെയും നരബലി നടന്നിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. അതിനുശേഷം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് രണ്ടും കൂട്ടിണക്കിക്കൊണ്ട് പറയുകയാണ്, അന ഇബ്നു ദബീഹൈൻ, രണ്ട് പ്രാവശ്യം അറക്കാൻ പിടിക്കപ്പെട്ടതാകുന്ന പിതാക്കന്മാരുടെ മകനാണ് ഞാനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് ഇസ്മായിലാണ്, മറ്റൊന്നെന്റെ വാപ്പയാകുന്ന അബ്ദുള്ളയാണ്. രണ്ടുപേരെയും അറക്കാൻ വേണ്ടി പിടിക്കപ്പെട്ടതാണ്, പക്ഷെ അറത്തിട്ടില്ല. അതിന് പകരമായി ആദ്യം കൊടുത്തത്, ആദ്യത്തെ വാപ്പയ്ക്ക് പകരം കൊടുത്തത് ആടാണ്. അത് ഒരു പെരുന്നാളായി ജനങ്ങൾ ഇന്നും തന്നെ ആഘോഷിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന ഏറ്റവും ബൃഹത്താകുന്ന വലിയ ആഘോഷം അത് ബലിദാനമാണ്. അത് ഒട്ടകത്തെയും ആടിനെയും ആടുകളെയും അറുത്തുകൊണ്ടുള്ളതായ മനോഹരമായ ആഘോഷമാണ്. ഒരിക്കലും ഒരു നരബലി വിശുദ്ധ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂലൂ. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തി, ഈമാനുള്ള വ്യക്തി, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തി, അല്ലാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളതായ വ്യക്തിയാണ്. അത്തരത്തിലുള്ള സഹോദരനോ സഹോദരിയോ ഒരു ജ്യോത്സ്യന്റെ സവിധത്തിൽ പോയി കണക്കിട്ട് നോക്കിയാൽ, കാര്യങ്ങൾ വിധിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ കൊണ്ടുവന്നതായ എല്ലാ കാര്യങ്ങളെയും അവൻ അവിശ്വസിക്കുന്നവനാ, അവൻ കാഫിറായി പോകാനത് മതിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, ആഖിറം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ദുനിയാവിൽ തന്നെ വലിയ പ്രയാസം നേരിടേണ്ടി വരുമേ. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്, അധ്യാപനമാണ്. മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിൽ പോയി അവരുടെ വാക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ തീർച്ചയായും ആദരവായ പ്രവാചകർ കൊണ്ടുവന്നിട്ടുള്ള സർവ്വ കാര്യങ്ങളെയും അവിശ്വസിച്ചവനാണ്, ഖുർആനിൽ വിശ്വാസമില്ലാത്തവനാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആനും ഹദീസിനും എതിര് പ്രവർത്തിച്ചവനാണ് അവൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ധാരാളം സഹോദരിമാർ, തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം അംഗമാർ അത്തരത്തിലുള്ള അടുക്കൽ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ പോകുന്ന, മറഞ്ഞും തെളിഞ്ഞുമൊക്കെ പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നിസ്സാര വിഷയമല്ല, ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയമാണ്. എന്തിനാണ് പോകുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യുഫർരിഖു ബൈനൽ മർഇ വ സൗജിഹി, ഭർത്താവിന്റെയും ഭാര്യയ്ക്കും ഇടയിൽ പിണക്കം തീർക്കാനും ഈ സിഹർ കൊണ്ട്, ഈ മാരണം കൊണ്ട് കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. മാരണം ചെയ്താൽ അതിലൂടെ കിട്ടുന്ന നേട്ടം, ചെയ്യുന്നവന് കിട്ടുന്ന നേട്ടം, ചെയ്യുന്നവൻ പോകുന്നത് ഈ നേട്ടത്തിന് വേണ്ടിയാണ്. യുഫർരിഖു ബൈനൽ മർഇ വ സൗജി, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പിണക്കമുണ്ടാക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. അതൊരു ഉദാഹരണം. ഇത് വിശദീകരിച്ചിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, വാപ്പയും ഉമ്മയ്ക്കുമിടയിൽ, ഭാര്യ ഭർത്താവിനിടയിൽ, മക്കൾക്ക് മാതാപിതാക്കൾക്കിടയിൽ, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ, സഹോദര സഹോദരിമാർക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ, ബന്ധുക്കൾക്കിടയിൽ എന്ന് വേണ്ട ആർക്കിടയിൽ തെറ്റിപ്പിരിയണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണോ ഈ കൂടോത്രം ചെയ്യുന്നത്? കൂടോത്രത്തിന് അത് സാധിക്കുമെന്ന ഖുർആൻ. അത് സാധിക്കില്ല. ഖുർആൻ അത് എന്താ? പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാചിനെ കൈവശം വെച്ചിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. അത് ചെയ്യൽ വൻ പാപമാണ്, നരകത്തിൽ കിടക്കും. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ തെറ്റ് ചെയ്യാൻ പാടില്ല, അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല, അതിന് സഹായികളായി പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിലേക്ക് നമ്മൾ ആളെ കൂട്ടാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, ആളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ചില ആളുകൾ ഖുർആനും ഹദീസും വെച്ചൊക്കെ ചികിത്സ നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും, ഇനി നമ്മളെ കൊണ്ട് പറ്റൂല, എല്ലാം അവിടെ മന്ത്രവാദി എടുത്ത് വയ്ക്കോ എന്ന് പറഞ്ഞു വിടുന്ന ആളുകൾ തന്നെ നമ്മുടെ സമുദായത്തിലുണ്ട്. വലിയ പാതകമാണ്, വലിയ തെറ്റാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ തെറ്റാണത്, ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ അകപ്പെടുന്നത് മുസ്ലിം സഹോദരിമാരാണ്. ഇത് ഉണർത്തുന്നത്
പൈശാചിക ബാധ ഏൽക്കലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഏർവാടിയിലും മറ്റുള്ള ദർഗകളിലുമൊക്കെ വെള്ളിയാഴ്ച രാവൊക്കെ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ സഹോദരിമാർക്ക്, എത്രയോ സഹോദരങ്ങൾക്ക് പൈശാചിക ബാധ ഏറ്റവർ നേരിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ ചിലതൊക്കെ തട്ടിപ്പുണ്ട്, ഇല്ലാന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ചിലത് തട്ടിപ്പുണ്ട്. എന്ന് പറയാൻ ഓടി നടക്കുന്നതാണ്. ഉച്ച കഴിയുമ്പോൾ നല്ല പൊറോട്ടയും മട്ടനും അടിക്കുന്നുണ്ടാണ്. ക്ഷീണിച്ച് കഴിയുമ്പോൾ 2-3 റൗണ്ട് കഴിയുമ്പോൾ ശൈത്താനിയത്തുള്ളതുകൊണ്ട് ഇല്ലാത്ത തട്ടിപ്പിന്റെ അഹലുകാരുണ്ട്. എന്തായാലും ബുദ്ധിയും ബോധമുള്ളവരാണ് നമ്മൾ കേരളീയർ. അരിയാഹാരം കഴിക്കുന്നവരാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും തട്ടിപ്പാണോ വെട്ടിപ്പാണോ. പക്ഷെ എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യകൾ ഉയർന്നിരിക്കുന്ന കാലഘട്ടം, വളരെ ഉയർന്ന വിദ്യാഭ്യാസം നുകർന്നിട്ടുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ നിലകൊള്ളുന്ന കാലഘട്ടം, സാക്ഷരതയിൽ നമ്പർ 1 ആയ ഈ കൊച്ചു കേരളത്തിൽ വിവര സാങ്കേതിക ഉയർന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ളതാകുന്ന നരബലികൾ സാഹൂതം ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് വിഷയം. വലിയ വിവരമുള്ള കൗമാൻ, പക്ഷെ പ്രവർത്തനമൊക്കെ വെറും വിവരമില്ലാത്ത ആൾക്കാരുടെ പ്രവർത്തനമാണ്. ഒരു മുതല മരിച്ചപ്പോ കണ്ടില്ലേ കാസർഗോഡ് ജില്ലയിൽ, അതിനെ തൊട്ടുകൊണ്ട് വണങ്ങിക്കുക, സുജൂദ് മുതലയുടെ മുന്നിൽ. എന്നിട്ട് അത് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? അതിലെല്ലാവരും ഉണ്ട്. രാഷ്ട്രീയ പ്രമുഖരുണ്ട്, സാമുദായിക ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാ അഹലുകാരുണ്ട്. എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് മനുഷ്യന്റെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കും. ഓരോരുത്തർക്കും അവരുടെ ആചാരം പോട്ടെ, അത് വേറൊരു വിഷയമാണ്. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. മറ്റൊരാളുടെ മതത്തിന്റെ ആശയത്തിനും ആദർശത്തിനും നമ്മൾ കൈകടത്തേണ്ട, അത് അവരുമായിട്ട് പോട്ടെ, വേറൊരു വിഷയം. പക്ഷെ മുസ്ലിമീങ്ങൾ അവർ ശ്രദ്ധിക്കണം, അവരുടെ ഈമാനിനെ കളങ്കപ്പെടുത്താൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പോയല്ലോ. വീണ്ടും നമ്മുടെ ഇസ്മായിലൊക്കെ ഉണ്ടല്ലോ അവിടെ, അല്ലേ? അവിടെ ഇസ്മായിൽ കൈ ഉയർത്തിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണേ നിങ്ങൾ, എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്? കൊലപാതകങ്ങൾ അധികരിക്കുക, സമൂഹത്തിൽ വല്ലാത്ത മോശപ്പെട്ട പ്രവണതകൾ അധികരിക്കുന്ന കാലഘട്ടം. റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലരുകയാണ്. തങ്ങൾ പറഞ്ഞില്ലയോ, സയഅതി സമാനുൻ അലാ ഉമ്മതി ലാ യദിരിൽ ഖാതിലു ഫീമാ ഖതലാ വലാ യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതിലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ ഒരു കാലഘട്ടം എന്ന സമൂഹത്തിൽ കടന്നു വരും. സ്വഹാബ ലാ യദിരിൽ ഖാതിലു ഫീമാ ഖതലാ, അന്ന് കൊല ചെയ്തവർ എന്തിനാണ് ഞാൻ കൊല നടത്തിയത് എന്ന് അറിയാത്ത കാലഘട്ടമാണ്. വലാ യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതിലാ, കൊല ചെയ്യപ്പെട്ടവർ എന്തിനാണ് എന്നെ കൊല ചെയ്യപ്പെട്ടത് എന്ന് പോലും അറിയില്ല. വല്ല നാട്ടിലും ലോട്ടറി വിറ്റുകൊണ്ട് നടന്നവരാണ്, വിളിച്ചു കൊണ്ടുപോയി കശാപ്പ് ചെയ്യുകയാണ്. ശരീരത്തിന്റെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കുകയാണ്. അത് കൊണ്ടുപോയി മാംസം കൊണ്ടുപോയി വേവിച്ച് തിന്നുന്നതായ ഘട്ടമാണ്. വലാ യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതിലാ, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, എന്തിന്റെ പേരിലാണ് എന്നെ കൊല ചെയ്യപ്പെടുന്നത് എന്ന് കൊല ചെയ്യപ്പെടുന്നവർക്ക് അറിയാത്ത കാലഘട്ടം കടന്നു വരുമേ. അത് കാണാ ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചില ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോഴും ചാനലിൽ പറയുന്നുണ്ട്, നിരീശ്വരവാദികൾ, നാസ്തികരായ ആളുകൾ മുസ്ലിമീങ്ങളാണ് ഈ നരബലി കൊണ്ടുവന്നത്. എവിടെ നരബലി കൊണ്ടുവന്നു? എവിടെ നരബലി കൊണ്ടുവന്നു? അപ്പൊ പറയും ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി പോയില്ലേ എന്ന്. അറക്കാൻ വേണ്ടി പോയി, അർത്ഥോ ഇല്ലെങ്കിൽ അറക്കാൻ പറഞ്ഞോ, ശേഷം പിന്നീട് അത് നടപ്പിൽ വരുത്തിയോ? അവിടെയാണ് ചർച്ച. ഇവിടെ ബലിക്കല്ലിൽ കടത്തിയിട്ട് ആളുകളെ വെട്ടി നുറുക്കി കൊന്ന കഥ പറയുമ്പോ ബലിക്കല്ലിൽ കൊണ്ടുപോയി കടത്തിയില്ലേ എന്ന് പറയാ. അത് ചരിത്രം പഠിക്കണം. അത് മാത്രമല്ല, 2 നടന്നിട്ടുണ്ട്. ഒരെണ്ണോടെ വേണം പറഞ്ഞുതരാം. ഒരെണ്ണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അറിയുള്ളൂ, ഇസ്മായിൽ നബിയുടെ കഥ. വേറൊരു കഥ കൂടെ പറഞ്ഞുതരാം, കേട്ടോ.
قال رسول الله صلى الله عليه وسلم നബിയനാ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അന ഇബ്നു ദബീഹി അന ഇബ്നു ദബീഹി രണ്ട് പ്രാവശ്യം അറക്കാൻ പിടിക്കപ്പെട്ടതായ പിതാക്കന്മാരാണ് ആ പിതാക്കന്മാരാണ് എനിക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകന്റെ വല്ലുപ്പയല്ലയോ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിലിന്റെ പരമ്പരയാണ് ആദരവായ മുത്തുനബിയിലേക്ക് ചേരുന്നത് പ്രവാചകന്റെ വാപ്പയാണ് ഉപ്പയാണ് സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജന്റെ 8 വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുകയാ നിന്റെ മകനെ അല്ലാഹുവിന് വേണ്ടി ബലി കഴിക്കണേ എന്തിനാ ഇത് കാണുന്നത് അത് പഠിക്കണമെങ്കിൽ ആ കാലഘട്ടം പഠിക്കണം ചരിത്രം പഠിക്കണം വെറുതെ അല്ല ബലിക്കല്ലിലോട്ട് കടത്താൻ പറഞ്ഞത് പഠിക്കണം നമ്മൾ തന്നെ പഠിക്കാത്തൊരു ചരിത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ മെസൊപ്പൊട്ടേമിയൻ തലസ്ഥാനമായ ബാബിലോണിയുടെ ഊറ എന്ന് പറയുന്ന ദേശത്തായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭൂജാതനായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറവിയെടുത്തത് മെസൊപ്പൊട്ടേമിയന്റെ തലസ്ഥാനമായ ബാബിലോണിയിലെ ഊറ എന്ന് പറയുന്ന ദേശമാണ് അതൊരു ഗ്രാമമാണ് അന്നാ ജനങ്ങൾ അവിടെയുള്ളതാകുന്ന ആളുകൾ അഗ്നിദേവനാകുന്ന സൂര്യനെ ആരാധിച്ചു പോന്നിരുന്നവരാണ് അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു സൂര്യൻ്റെതാകുന്ന പ്രഭ അതിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് രാത്രി എന്ന രാക്ഷസൻ കടന്നു വരുന്നത് രാത്രി കടന്നു വരുന്നത് തന്നെ സൂര്യന്റെ പ്രഭ നഷ്ടപ്പെടുത്താനാണ് അതുകൊണ്ട് തന്നെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ കടന്നു വരണം അഗ്നിദേവനെ ആരാധിച്ചു കൊണ്ടിരുന്നവർ സൂര്യനെ ദേവനായി കണ്ടുകൊണ്ടിരുന്നവർ ആ അഗ്നിദേവനെ പ്രീണിപ്പെടുത്താൻ എല്ലാ ദിവസവും അവർ ആളുകളെ കൊല ചെയ്യുകയാണ് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ജനങ്ങളെ കുരുതി കൊടുക്കുകയായിരുന്നു നഊദു ബില്ലാഹ് ആണിനെയും കൊടുക്കും പെണ്ണിനെയും കൊടുക്കും അല്ലാഹു നമ്മളെ കാക്കട്ടെ ഒരാൾക്ക് കുട്ടി ജനിച്ചു 5-6 മക്കളുണ്ടെങ്കിൽ അതിൽ ആണിനെയും പെണ്ണിനെയും 2 മക്കളെ ആർക്ക് കൊടുക്കണം കുരുതി കൊടുത്തിരിക്കണം സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ അവരുടെ വിശ്വാസം ഓരോ കാലഘട്ടത്തിലെ ആചാരമാണ് എന്താ അങ്ങനെയെന്ന് എന്താ നാട്ടുകാരുടെ ആചാരമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങൾ പലവിധ ആചാരങ്ങൾ അന്നുള്ള സമൂഹത്തിന്റെ ആചാരമാണ് അവരുടെ അനുഷ്ഠാനമാണ് സൂര്യന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ എല്ലാ ദിവസവും ആരുടെയെങ്കിലും മക്കളെ കൊണ്ടുവന്നിട്ട് കുരുതി കൊടുക്കും ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ കുരുതി കൊടുക്കുക ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്കിടയിൽ വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ചു സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹത്തോട് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബുദ്ധിപരമായിട്ട് പറയുകയാണ് രാത്രി സമയത്ത് ആകാശത്തെ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങിയപ്പോ റബ്ബി ഇതെന്റെ റബ്ബാണ് ആകാശത്ത് നക്ഷത്രം വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ആൾക്കാർ കേട്ടോണ്ടിരിക്കുക ഇതാണ് എന്റെ റബ്ബ് ഈ കാണുന്ന നക്ഷത്രമാണ് എന്റെ റബ്ബ് കാരണം എന്താ കൗമ അങ്ങനത്തെ ബോധമുള്ള കൗമാൻ അവരോട് സംവദിക്കുമ്പോൾ ആ ബോധത്തിൽ ഇറങ്ങി സംസാരിക്കണം അതുകൊണ്ട് അവരോട് പറഞ്ഞു എന്ത് സൂര്യനെ ദേവനായി അഗ്നിദേവനായി കാണുന്ന സമൂഹത്തോട് പറയാൻ ഈ കാണുന്നതാകുന്ന നക്ഷത്രം ഉണ്ടോ ഈ രാത്രി നിൽക്കുന്ന ഈ നക്ഷത്രം ഇതാണ് എന്റെ റബ്ബ് കേട്ടോ ഇതാണ് എന്റെ രക്ഷിതാവ് ആ നക്ഷത്രം അണഞ്ഞു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ് അല്ല ഇതല്ല എന്റെ റബ്ബ് ഇതെന്റെ റബ്ബല്ല കുറച്ചേരം കഴിഞ്ഞപ്പോ നക്ഷത്രം അണഞ്ഞു മാഞ്ഞുപോയി മേഘങ്ങൾക്കിടയിൽ പോയി പിന്നെ കാണുവാനില്ല
പിന്നെ അതാ കടന്നു വരുന്ന ചന്ദ്രനെ കടന്നു വരുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ ബുദ്ധിപരമായി അവരെ നിയമം പഠിപ്പിക്കുകയാണ്. സൂര്യനെ ആരാധിച്ചു കൊണ്ടിരുന്ന സമൂഹത്തെ നിങ്ങൾ ആരാധിക്കുന്നതാകുന്ന ദൈവം യഥാർത്ഥമാകുന്ന ദൈവമല്ല എന്ന് പഠിപ്പിക്കാൻ അവർക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിക്കുകയാ. ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഹാദാ റബ്ബീ ഹാദാ റബ്ബീ. ഇതാണ് ഈ കാണുന്ന ചന്ദ്രൻ ഉണ്ടല്ല, ഇതാണ് എന്റെ റബ്ബ്. അല്പനേരം കഴിഞ്ഞപ്പോൾ അല്പനേരം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അണഞ്ഞു പോവുകയാണ്. ചന്ദ്രൻ അണഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇതല്ല എന്റെ റബ്ബ്. ശരിക്കാൻ സമയമില്ല, പറയാണ്ട് ആയത്തൊക്കെ ഒരുപാട് പറയേണ്ടത് അവിടെ. ഞാൻ ചുരുക്കി പറയാം, വേറെയും പറയാനുള്ളത് കൊണ്ടാണ് ചുരുക്കുന്നത്. അല്ലെങ്കിൽ ഇത് മാത്രം പറഞ്ഞാൽ നേരം വെളുക്കും. അത്രത്തോളം ആയത്തുണ്ട് ആ വിഷയത്തിൽ. ഇതല്ല എന്റെ റബ്ബ്, ഇതല്ല കണ്ട, ഇത് മാഞ്ഞു പോയ സംഭവമാണ്. ഇങ്ങനെ മായുന്നതൊന്നും നമ്മുടെ റബ്ബല്ല. അപ്പൊ ജനങ്ങൾ കേട്ടോടിക്കുക, ജനങ്ങൾ അപ്പൊ തന്നെ ശരിയാ പറഞ്ഞത് കേട്ടോ. കാരണം മാഞ്ഞു പോയില്ല, മാഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മുടെ റബ്ബല്ല, രക്ഷിതാവല്ല. അങ്ങനെ നിൽക്കുമ്പോ നേരെ വെളുത്തു, സൂര്യൻ ഉദിച്ചു. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, ഫലമ്മാ റഅ അശ്-ശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബീ. സൂര്യൻ ഉദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങളുടെ ബുദ്ധിക്കനുസൃതമായി പഠിപ്പിക്കുകയാണ്, ഈ അഗ്നിദേവനാകുന്ന സൂര്യനാണ് എന്റെ രക്ഷിതാവ്. എന്നാൽ വൈകുന്നേരമായപ്പോൾ സൂര്യനിതാ അസ്തമിക്കുകയാണ്. ഇരുളിലേക്ക് പ്രവേശിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അഗ്നിദേവനാകുന്ന സൂര്യനെ ആരാധിച്ചു കൊണ്ടിരുന്നതായ സമൂഹത്തോട് തന്നെ പറയുകയാണ്, ഇത് അസ്തമിച്ചു പോയല്ലോ സമൂഹമേ, ഇതെന്റെ റബ്ബല്ല, രക്ഷിതാവല്ല. എന്നെന്നും നിലനിൽക്കുന്നവനാണ് രക്ഷിതാവ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ് അല്ലാഹു രക്ഷിതാവ്. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ ആ സമൂഹത്തിലാണ് നിലകൊള്ളുന്നത്. ആ സമൂഹമാണ് സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ, പകൽ പ്രകാശം പൊഴിയാൻ വേണ്ടി സൂര്യദേവൻ വരാൻ, രാത്രിയുടെ രാക്ഷസനെ അതിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ, നിർമാർജനം ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കി സൂര്യന്റെ പ്രഭ വരാൻ വേണ്ടി കുരുതി കൊടുക്കുന്നു. ആൺ പെൺ മക്കളെ, ചെറിയ കുട്ടികളെ കുരുതി കൊടുക്കാൻ. ഇതാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണിക്കുന്നത്. എന്ത്? മകനെ ബലി കഴിപ്പിക്കാൻ. എന്തിന്? ഇതിങ്ങനെ സ്വപ്നം കാണിച്ച് ദുൽഹിജ്ജ 10 എന്നായപ്പോഴത്തേക്കും ഈ കുട്ടിയെ അറക്കണ്ട എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ നാടിന് അല്ലാഹു ഇറക്കി കൊടുക്കാൻ. അതോടുകൂടി നരബലി വേണ്ട എന്നുള്ളത് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ. അതിനാണ് മക്കളെ കൊണ്ടുവന്ന് വലിക്കൊണ്ട് കടത്തി കെട്ടുകയല്ല. മനസ്സിലാക്കണം. ഇത് സമൂഹം അറിയണം. പരിശുദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുൽഹിജ്ജ 8 എന്ന സ്വപ്നം കാണുകയാണ്. യൗമുത് തർവിയ. ബഹുമാനപ്പെട്ടവർ, സംശയത്തിന്റെ ദിവസമാണ്. പിറ്റേ ദിവസമായപ്പോ വീണ്ടും ഇതാ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിൽ നിന്നാണ് സ്വപ്നം. ബഹുമാനപ്പെട്ടവർ കാണുകയാണ്, നിന്റെ മകനാകുന്ന ഇസ്മായിലിനെ ബലി കഴിക്കണേ, ബലി കഴിക്കണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം യൗമുൻ നഹ്റാകുന്ന പെരുന്നാളിന്റെ സുദിനത്തിൽ വീണ്ടും കാണുകയാണ്. 3ാമത്തെ ദിവസം തുടർച്ചയായി കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉറപ്പിക്കുകയാണ്, ഹാദൽ മനാമു മിനല്ലാഹി അസ്സ വജല്ല. ഈ സ്വപ്നമായ യാഥാർത്ഥ്യമാണ്. ഇത് പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്, പിശാചിൽ നിന്നുള്ളതല്ല. ഇത് അല്ലാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ്, സ്വപ്നമാണ്. ബഹുമാനപ്പെട്ടവരെ, രാവിലെ തന്നെ പെരുന്നാളിന്റെ സുദിനമായി ഇന്നും ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷമായി നമ്മൾ ആദരിക്കുന്ന പെരുന്നാളിന്റെ സുദിനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ
കുളിക്കാൻ ഭാര്യയോട് പറയുകയാണ്. കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിച്ച് വലത് കൈയിൽ കത്തിയും ഇടത് കൈയിൽ കയറുമായി തന്റെ പ്രിയപ്പെട്ട മകനെയും വാരി പുണർന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പോകുകയാണ്. മക്കയിൽ നിന്ന് മിനയുടെ താഴ്വാരത്തേക്ക് യാത്രയാണ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പോയിട്ടുള്ളവരെ മിനയുടെ താഴ്വാരത്തിൽ നിങ്ങൾ അമീർമാര് വ്യക്തമായി കാണിച്ചിട്ടുണ്ടാകും ഒരു സ്തൂപം, പ്രത്യേകമായ ഒരു സ്ഥലമതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ കൊണ്ടുവന്ന സ്ഥലമാണ് മിനയുടെ താഴ്വാരത്തിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവരുന്നു തന്റെ പ്രിയപ്പെട്ട മകനെ കടത്തുകയാ. കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിഞ്ഞപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുകയാണ്. ആകാശത്തിന്റെ അധിപനായ പടച്ചറബിന്റെ തിരുസവിധത്തിൽ നിന്ന് മനോഹരമായ ഒരു ആട്ടുംകുട്ടിയുമായി കടന്നു വരുകയാ. ഈ ആടിനെ ബലി കഴിച്ചാൽ മതി ഇബ്രാഹിമേ, നിന്റെ മനസ്സിന്റെ തഖ്വയെ അല്ലാഹു ഹിദായത്തെടുത്തിരിക്കുകയാണ്. നീ റബ്ബിന് വേണ്ടി ജീവിക്കുന്നവനാണ്, റബ്ബിന് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ്, റബ്ബിന് വേണ്ടി സമർപ്പണ മനോഭാവത്തോടുകൂടി നിലകൊള്ളുന്നതായ വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ ഈ ചെറിയ മകൻ ബലിക്കല്ലിൽ കടത്താൻ നീ തുനിയുമോ ഇബ്രാഹിമേ? നീ ആ കടത്തലിലൂടെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിയലിലൂടെ തന്നെ ഇതാ അല്ലാഹു നിന്നെ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു ഇബ്രാഹിമേ. വഇദ ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതായ സർവ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിപൂർണമായി വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചതാണ് അല്ലാഹു. ഈ പരീക്ഷണം മകൻ മുഖേന നടത്തുന്നത് എന്തുകൊണ്ടാ? ഊറ എന്ന് പറയുന്നതാകുന്ന ഈ ദേശത്തുള്ളതാകുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും എല്ലാ ദിവസവും അവരുടേതാകുന്ന മക്കളെ കൊണ്ടുപോയി കുരുതി കൊടുത്തിരുന്നു, സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, സൂര്യന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആ സമൂഹത്തിന്റെ ബുദ്ധിപരമാകുന്ന അവരെ ബുദ്ധിപരമായി നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നരബലി പാടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരബലി നടത്താൻ വേണ്ടി പടച്ച റബ്ബ് കൽപ്പിച്ചത്. ചെയ്തില്ല. രണ്ടാമത്തത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ വാപ്പയാണ്. അബ്ദുൽ മുത്തലിബ് എന്ന പരിശുദ്ധ പ്രവാചകന്റെ പിതാമഹനാകുന്ന വല്യുപ്പ ബഹുമാനപ്പെട്ടവർ സ്വപ്നം കാണുകയാണ് രാത്രി. എന്താ സ്വപ്നം കാണുന്നത്? മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. അബ്ദുൽ മുത്തലിബ് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ്, പരിശുദ്ധമായതിനെ കുഴിക്കണേ. രണ്ടാമത്തെ ദിവസം വീണ്ടും കാണുകയാണ്, ഗുണമായതിനെ കുഴിക്കണേ, ഗുണമുള്ള സാധനത്തിനെ കുഴിക്കണേ. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മൂന്നാമത്തെ ദിവസവും രാത്രിയിൽ കടന്നുറങ്ങുമ്പോൾ പ്രവാചകന്റെ വല്ലുപ്പയായ അബ്ദുൽ മുത്തലിബ് സ്വപ്നം കാണുകയാണ്. മക്കയിലെ നേതൃത്വമായ അബ്ദുൽ മുത്തലിബ് രാത്രിയിൽ മക്കയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതാ വീണ്ടും കാണുന്നു, സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുഴിക്കണേ. നേരം പുലർന്നു. സ്വപ്നവ്യാഖ്യാനത്തിന്റെ അഖിലുകാരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. 3 ദിവസമായി കാണുകയാണ്. ആദ്യം കണ്ടത് പരിശുദ്ധമായതിനെ കുഴിക്കണമെന്നാണ്. രണ്ടാമത് കണ്ടത് ഗുണമുള്ളതിനെ കുഴിക്കണമെന്നാണ്. മൂന്നാമത് കണ്ടത് സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുഴിക്കണേ. എല്ലാവരും പറഞ്ഞു സംസം കിണർ കുഴിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണ് എന്ത് വന്നത്? സംസം വെള്ളം പൊട്ടിയത്. അത് കിണറാക്കി മനോഹരമായ കിണറാക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ് നിങ്ങളോട് വന്നത്. അത് സംരക്ഷിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അതിന് നേതൃത്വം നൽകുന്നു. സംസം കിണർ സംരക്ഷിക്കുകയാണ്. മനോഹരമായ സംസം കിണർ കുഴിക്കപ്പെടുന്നു. അത് കുഴിച്ചതിന് ശേഷം സംസം കിണറിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് കാബയുടെ പരിസരത്ത് വെച്ച് അബ്ദുൽ മുത്തലിബ് ഒരു ശപഥം ചെയ്യുകയാണ്.
എനിക്ക് 10 മക്കളുണ്ടായാൽ 10-ൽ ഒരാളെ ബലി കഴിക്കാം, ഒരാളെ ഞാൻ ബലിയറക്കാം, ഒരാളെ ഞാൻ ബലിദാനം നടത്താം. 10 മക്കളുണ്ടായാൽ അതിൽ ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യാം? ബലി കഴിക്കാം. നിയ്യത്ത് വെച്ചു. ഇതൊക്കെ പഴയ ജാഹിലിയ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യുപ്പയാണെന്ന് ഓർക്കണം. നബി ഇല്ലാന്ന് ജനിച്ചിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം 6 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരുന്നത്. മനസ്സിലാക്കണം, 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അപ്പൊ അത്രത്തോളമുള്ള നേർച്ചകളും സംഭവങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അർത്ഥം. 10 മക്കളുണ്ടായാൽ ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യാം? ബലി കൊടുക്കാൻ നേർച്ച. ചുരുക്കത്തിൽ 10 മക്കളായി. 10 മക്കളുടെയും പേരെഴുതി നറുക്കിട്ടു. നറുക്ക് വീണത് ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുള്ള, മുത്തനബിയുടെ ഉപ്പയാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തെ അറക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചു. ബലിക്കല്ലിലേക്ക് കൊണ്ടുവന്നു, കടത്തി. ആളുകൾ ഇടപെട്ടു. അന്നുള്ള ഖുറൈശി തറവാട്ടിൽപ്പെട്ട പ്രമുഖർ അതുകൊണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ വലിയ തറവാടിത്ത മഹിമയുള്ള വ്യക്തിയല്ലേ? നിങ്ങൾ ഇത് ചെയ്താൽ പിന്നെ 10 മക്കളുള്ളവരും 5 മക്കളുള്ളവരും ഒക്കെ അവരുടെ ദൈനംദിന പ്രവർത്തനമായിട്ട് ഇത് മാറും. ഒരാളെ ഇങ്ങനെ ബലി കഴിപ്പിക്കും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിത് യോജിച്ചതല്ല, അനുയോജ്യമല്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്തിരിപ്പിച്ചപ്പോ എല്ലാവരും കൂടി ഐക്യത്തിൽ പറഞ്ഞപ്പോ അബ്ദുള്ള എന്ന് പറയുന്ന പുഞ്ചിരിച്ചു കിടക്കുന്ന 10 മക്കളിൽ 10ാമനായ ഇളയ മകനെ അറക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിന് ഒരു മനസ്സിനൊരു വിഷമവും വന്നു. എല്ലാരും ഇങ്ങനെ പറയാ, ആരും ഒരാൾ സമ്മതിക്കുന്നില്ല. ഞാൻ നേർച്ച നേരുകയും ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ? ജാഹിലിയ കാലഘട്ടത്തിലുള്ള നേർച്ചയാണ്, ഇസ്ലാമിലെ നേർച്ചയല്ല. എന്നാലും അദ്ദേഹം കരുതി ഈ മകന്റെ വിഷയത്തിൽ ഞാനൊരു 10 ഒട്ടകത്തെ അറത്തേക്കാം. ആളുകൾ പറഞ്ഞു, ഒട്ടകത്തെ അറക്ക് ഇതിന് പകരമായിട്ട് അതല്ലേ നല്ലത്. അങ്ങനെ ഒട്ടകത്തെ അറക്കാൻ അദ്ദേഹം നിയ്യത്ത് ചെയ്തു. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നരബലി എവിടെയും ഇസ്ലാമിൽ നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടോ? ഇല്ല. പറയുന്നത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് കടത്തി അറക്കാൻ വേണ്ടി തുനിഞ്ഞു, പക്ഷെ അറത്തിട്ടില്ല. അതിന് പകരം ഒരു ഒട്ടകത്തെ കൊടുക്കാൻ ആളുകൾ പറഞ്ഞപ്പോ 10 ഒട്ടകത്തെ കൊടുക്കാൻ അബ്ദുൽ മുത്തലിബ് തയ്യാറായി. 10 ഒട്ടകത്തിന്റെയും പേരെഴുതി, അതിനോടൊപ്പം തന്നെ അബ്ദുള്ളയുടെയും പേരെഴുതി. അബ്ദുള്ള എന്നെഴുതി 10 ഒട്ടകത്തിന്റെയും ഓരോ ഒട്ടകത്തിന്റെയും പേര് ഓരോ പ്രാവശ്യമായി എഴുതി നറുക്കിട്ടു. നറുക്കിടുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് വീണ്ടും പറഞ്ഞു, 10 വട്ടവും അബ്ദുള്ളയുടെ പേരാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരൊട്ടകത്തിന് പകരം 10 എണ്ണം കൂടി ഞാൻ ഇറക്കും. അങ്ങനെ 10 പ്രാവശ്യവും പേരിട്ടു. അന്നൊക്കെ ഒട്ടകത്തിന് പേരുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഞഞ്ഞു മുഞ്ഞു എന്നൊക്കെ പൂച്ചയ്ക്കൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനത്തെ പേരൊന്നുമല്ല, നല്ല പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ പേരായിരുന്നു ഖസ്വാ, ഒരു ഒട്ടകത്തിന്റെ പേരായിരുന്നു. അതുപോലെ ഓരോ ഒട്ടകത്തിനും ഒരു നല്ല പേരിട്ട് വിളിക്കും. കാരണം അത്ര വലിയ സുന്ദരമായ വാഹനമാണ്, വലിയ വാഹനമല്ലേ. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾക്കൊക്കെ പ്രത്യേകമായി മഹത്വം മനസ്സിലാക്കിയിട്ട് പേരിട്ട് വിളിക്കും. 10 ഒട്ടകങ്ങളുടെ പേരെഴുതി ഓരോ ഒട്ടകത്തോടൊപ്പം തന്നെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മകന്റെയും പേരെഴുതിയിട്ട് നറുക്കിട്ടു. അബ്ദുൽ മുത്തലിബ് അങ്ങനെ നറുക്കിട്ടു. സുബ്ഹാനല്ലാഹ്, എല്ലാ പ്രാവശ്യവും 10 വട്ടം ഇട്ടപ്പോഴും പേര് വന്നത് ആരുടെ? അബ്ദുള്ളയുടെ തന്നെ. അങ്ങനെ വന്നാൽ ഓരോ ഒട്ടകത്തിന് പകരം എത്ര എണ്ണത്തിന് ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? 10 എണ്ണം വീതം ഇറക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെ 10 ഒട്ടകത്തിന് 10 × 10 100 ഒട്ടകത്തെ ഇറക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. 100 ഒട്ടകം കൊണ്ടത് വിഷയമില്ല. അദ്ദേഹത്തിന് അതുപോലെ സമ്പത്തുണ്ട്, വലിയ ടീമാണ്, നല്ല ഏറ്റവും നല്ല സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഉന്നത കുലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. 100 ഒട്ടകത്തെ കൊണ്ടുവന്ന് നിർത്തി. അറക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, 100 ഒട്ടകം നിൽക്കട്ടെ, ഒരു 100 എണ്ണം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. 200 ഒട്ടകത്തെയാണ് അബ്ദുള്ളയ്ക്ക് പകരമായി ഇറത്തത്. ചരിത്രമാണ്, പഠിച്ചു വെക്കണം. അവിടെ എവിടെയും നരബലി നടന്നിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. അതിനുശേഷം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് രണ്ടും കൂട്ടിണക്കിക്കൊണ്ട് പറയുകയാണ്, അന ഇബ്നു ദബീഹൈൻ, 2 പ്രാവശ്യം അറക്കാൻ പിടിക്കപ്പെട്ടതാകുന്ന പിതാക്കന്മാരുടെ മകനാണ് ഞാനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് ഇസ്മായിലാണ്, മറ്റൊന്നെന്റെ വാപ്പയാകുന്ന അബ്ദുള്ളയാണ്. 2 പേരെയും അറക്കാൻ വേണ്ടി പിടിക്കപ്പെട്ടതാണ്. പക്ഷെ
അറുത്തിട്ടില്ല. അതിന് പകരമായി ആദ്യം കൊടുത്തത്, ആദ്യത്തെ വാപ്പയ്ക്ക് പകരം കൊടുത്തത് ആടാണ്. അതൊരു പെരുന്നാളായി ജനങ്ങൾ ഇന്നും തന്നെ ആഘോഷിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന ഏറ്റവും ബൃഹത്താകുന്ന വലിയ ആഘോഷം അത് ബലിദാനമാണ്. അത് ഒട്ടകത്തെയും ആടിനെയും ആടുകളെയും അറുത്തുകൊണ്ടുള്ളതായ മനോഹരമായ ആഘോഷമാണ്. ഒരിക്കലും ഒരു നരബലി വിശുദ്ധ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. മനസ്സിലാക്കണം, നമ്മൾ ചരിത്രം പഠിക്കണം. തങ്ങൾ കടന്നു വരുമ്പോ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ആദരവായ പ്രവാചകനെ കടന്നു വരുമ്പോ മുസ്ലിം പെങ്ങന്മാരെ, അന്ന് കാലഘട്ടത്തിലുള്ളതാകുന്ന സഹോദരിമാരെ, പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമല്ലയോ. മുസ്ലിം എന്നില്ല, അമുസ്ലിം എന്നില്ല, പെണ്ണായി പിറന്ന സർവരെയും കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമാണ്. അപശകുനമായി കണ്ടിരുന്നതാണ് സ്ത്രീത്വത്തെ. പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, പാടില്ല, സ്ത്രീകളെ നിങ്ങൾ അറുകൊല ചെയ്യരുതേ, അവരെ കുഴിച്ചു മൂടരുതേ, അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മാത്രമല്ല, ഒരു പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്ത്, അവൾക്ക് മാന്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത്, ആത്മീയവും ഭൗതികവുമാകുന്ന സമന്വയ വിദ്യാഭ്യാസം കൊടുത്ത്, അറിവ് നൽകിക്കൊണ്ടവർക്ക് വേണ്ടുന്ന രീതിയിൽ വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിപ്പിച്ചേക്കുന്ന വാപ്പ, നിനക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൂന്ന് പെൺമക്കളെ കുറിച്ചാണ് റസൂലുള്ളാഹി ഇത് പറഞ്ഞത്. അപ്പോഴാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിൽ പ്രായം കൂടിയ വ്യക്തിയാണ്, എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലി ഇബ്നതൈർ, രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് റസൂലേ. രണ്ട് പെൺകുട്ടികൾക്ക് മതബോധം നൽകി വിവാഹപ്രായമെത്തുമ്പോൾ അവരെ കെട്ടിച്ചയച്ചാൽ തങ്ങൾ പറഞ്ഞ സ്വർഗം എനിക്കും കിട്ടുമോ റസൂലേ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, നഅം യാ നഅം, പൊന്നുമോനെ, നിനക്കും കിട്ടും. യാ അബൂദർ, നിനക്കും ലഭിക്കുന്നതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്, ആദരവായ പ്രവാചകരെ, വലി ഇബ്നത്തുൻ യാ റസൂലല്ലാഹ്, എനിക്കൊരൊറ്റ പെണ്ണാണുള്ളത് റസൂലേ, ഒരൊറ്റ പെണ്ണേയുള്ളൂ. ഞാൻ അവളെ ദീനിന്റെ മാർഗത്തിൽ പഠിപ്പിച്ച് അവൾക്ക് വിവാഹാലോചന കൃത്യമായി കടന്നു വരുമ്പോ അവൾക്ക് ഞാൻ നല്ല ഒരു കല്യാണം കഴിച്ചു കൊടുത്താൽ എനിക്കും കിട്ടുമോ സ്വർഗമെന്ന് റസൂലുള്ളാഹി ചോദിക്കുമ്പോ, നിനക്കുമുണ്ട് ഒരു പെണ്ണിനെ പോലും മാന്യമായി വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നല്ല നിലയിൽ കെട്ടിച്ചയച്ചാൽ ആ കുട്ടിയുടെ പിതാവിനും മാതാവിനും സ്വർഗമുണ്ട് എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാമാണ്. മാത്രമല്ല, ആ പെണ്ണിന് വലിയമാകുന്ന സൗഭാഗ്യമുണ്ട്. അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ ഉമ്മയാണ്, ആ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം മക്കളെ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. കുഴിച്ചു മൂടപ്പെട്ടിരുന്നതായ സമൂഹത്തിൽ നിന്ന് ഈ സമൂഹത്തിലേക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അവളെ പഠിപ്പിച്ച് ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്ത് കെട്ടിച്ചയക്കുന്നവന് സ്വർഗം അല്ലാഹു സമ്മാനിക്കുകയും പഠിച്ച് വിദ്യാഭ്യാസം നുകർന്ന് മക്കളെ ഈ ലോകത്തിന് സമ്മാനിക്കുന്നതാകുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്ക് വലിയ സ്ഥാനമാണ്. അവരുടെ കാൽ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. എവിടെയാണ് സ്ത്രീകളെ വിശുദ്ധ ഇസ്ലാം അടിച്ചമർത്തിയത്? ഒരിക്കലുമല്ല. വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ്. അടുക്കളയിൽ തളച്ചിട്ട മതമല്ല. വിദ്യാഭ്യാസം നിങ്ങൾ നുകർന്നുകൊള്ളണേ എന്ന് പഠിപ്പിച്ച മതമാണ്. അറിവ് എത്രത്തോളം സമ്പാദിക്കാൻ കഴിയുമോ അത് നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുക. പക്ഷെ മോശമാകുന്ന വസ്ത്രവിധാനം പാടില്ല, അനാവശ്യമാകുന്ന ഭാഷണം പാടില്ല. അത് പുരുഷനും പാടില്ല, അത് സ്ത്രീക്കും പാടില്ല. മോശപ്പെട്ട വർത്തമാനം പറയുകയോ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ കേട്ടുകയോ ഹറാമായ സ്ഥലത്തിലേക്ക് പോകുകയോ ചെയ്യരുതേ എന്നാണ് വിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. മാത്രമല്ലല്ലോ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉണർത്തുകയാണ്. ദാരിദ്ര്യത്തിന്റെ പേരിൽ ജനങ്ങൾ സ്വന്തം മക്കളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടം പരിശുദ്ധമായ ഖുർആൻ വീണ്ടും അവതീർണമാവുകയാണ്. വലാ تقتلوا أولادكم خشية إملاق نحن نرزقكم وإياكم إن قتلهم كان خطأ
كبيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ് വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കൾ ഇന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് മക്കൾ അധികരിച്ചാൽ സാമ്പത്തികമാകുന്ന ക്രൈസിസ് എന്നാണ്. എന്നാൽ ഖുർആനിന്റെ വിശദീകരണം അങ്ങനെയല്ല. ഭ്രൂണഹത്യ ചെയ്യുന്ന മക്കളെ, ഭ്രൂണഹത്യ ചെയ്യാൻ നിർബന്ധിതരായി നിലകൊള്ളുന്ന ദമ്പതിമാരെ പഠിച്ചു വെക്കണേ. ഒരു കാലഘട്ടത്തിൽ ജനിച്ചു പിറന്നു വീണതാകുന്ന മക്കളെ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് കുഴിയെടുത്തുകൊണ്ട് പച്ചയ്ക്ക് തന്നെ മക്കളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ ഖുർആൻ അവതീർണമാവുകയാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുതേ. നഹ്നു നർസുഖുകും വഇയ്യാകും. നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ നാമാണ്, അവർക്കും റിസ്ക് നൽകുന്നവൻ നാമാണ്. രക്ഷിതാക്കളെ, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ഞാനാണ്. അല്ലാഹ് പറയുകയാണ്, ആ മങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടതായ മക്കളില്ലയോ, ആ കുഴിച്ചു മൂടിയ മക്കൾക്കും റിസ്ക് നൽകാൻ ശേഷിയുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതയിലേക്ക് നിങ്ങൾ പോകരുതേ. ഇന്ന ഖത്ലഹും കാന ഖിതഅൻ കബീറാ. പാവപ്പെട്ട മക്കൾ, എന്താണ് ഈ രോഗമെന്ന് തിരിച്ചറിയാത്തതാകുന്ന മക്കൾ, പാലുകുടി പോലും മാറാത്തതാകുന്ന പിഞ്ചോമന മക്കൾ, ചോര പൈതലുകളെ കൊണ്ടുപോയി നിങ്ങൾ കുഴിച്ചിടരുതേ. അത് വലിയ പാതകമാണെന്ന് തിരിച്ചറിയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നരബലി വരുന്നതിന് മുമ്പ്, നരബലി യാഥാർത്ഥ്യമായി സമൂഹത്തിൽ നടമാടുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ കൊലപാതകത്തെ നിഷിദ്ധമായി എതിർക്കുകയാണ്. ഒരു നിലയ്ക്കുമുള്ള കൊലപാതകങ്ങൾ പാടില്ല, പ്രത്യേകിച്ച് ശിശുമരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു നിലയ്ക്ക് മരത്തരത്തിലുള്ള പ്രവണതയിലേക്ക് നിങ്ങൾ ചിന്തിക്കരുതേ. എന്തുകൊണ്ടാണ് വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ومستودعها كل في كتاب مبين. ഈ ലോകത്തേക്ക് ജനിച്ചു വളരുന്നതായ ഓരോ വ്യക്തികൾക്കും, ഏത് ജീവജാലങ്ങളാകട്ടെ, അവർക്കുള്ളതാകുന്ന ആഹാര പാനീയങ്ങൾ മുഴുവനും സംവിധാനിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. അതുകൊണ്ട് ഒരാളും മറ്റൊരാളുടെ കാര്യം ഏറ്റെടുക്കേണ്ടതില്ല, ഒരാളെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതും അവർക്ക് റിസ്ക് വിശാലമായി കൊടുക്കുന്നവൻ നാമാണ്. അല്ലാഹു പറയാ, അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ അറുകൊല നടത്തരുത്, കൊന്നുകളയരുത്. ഖുർആനാണ്, എത്രയോ ആയത്തുണ്ട്. وكذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله فذرهم وما يفترون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അവിശ്വാസികളിൽ പെട്ടതാകുന്ന ചില ആളുകൾ, ബഹുദൈവ ആരാധകരിൽപ്പെട്ട ചില ആളുകൾ സ്വന്തം മക്കളെ ഇത്തരത്തിലുള്ള മോശമാകുന്ന മൃഗീയമായ പ്രവണതകൾക്ക് വിധേയമാക്കലുണ്ട്. പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൽ വലിയതാകുന്ന ജീവിത സുഖം ലഭിക്കാൻ വേണ്ടി. വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രികീൻ
ഖത്ല ഔലാദിഹിം, സ്വന്തം മക്കളെ, സ്വന്തം ചോരയിൽ പിറന്നതാകുന്ന മക്കളെ അറുകൊല നടത്തിക്കൊണ്ട് ദുനിയാവിൽ ഒരുപാട് ആയുരാരോഗ്യ സൗഭാഗ്യം കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പൂജകൾ നടത്തുന്ന ആളുകളുണ്ട്. ഫദറുഹും വമാ യഫ്തറൂൻ, അവരുടെ വാക്കുകൾ നിങ്ങൾ മുഖവിലക്കെടുക്കരുതേ. അവർ പടച്ചുവിടുന്നതാകുന്ന കിംവദന്തികളെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സിദ്ധന്മാരുടെ വചനങ്ങളെ നിങ്ങൾ തള്ളിക്കളയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹം ബിഗൈരി ഇൽമ്, അറിവില്ലാത്ത വിവരമില്ലാത്ത ജനങ്ങളുടെ വചനം കേട്ടുകൊണ്ട് വിഡ്ഢിത്തം കാണിച്ചുകൊണ്ട് സ്വന്തം മക്കളെ അറുകൊല നടത്തിയവർ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നും വിശുദ്ധമായ ഖുർആൻ.